ധന്യമീ ജീവിതത്തിൽ ഇന്ന് പറയുന്നത് ഗൗരവമുള്ള ഒരു വിഷയം ആണ്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യവും ആണ്. മനസ്സ് എന്നൊന്ന് നമുക്കെല്ലാം ഉണ്ട്. ഈ മനസ്സ് എവിടെയാണെന്ന് പറയാനായിട്ട് കഴിയയില്ല. ഇന്ന് സാർവത്രികമായിട്ടുള്ള കാര്യമാണ് മൊബൈൽ ഫോണും ഇന്റർനെറ്റും. ഉപേക്ഷിക്കേണ്ടതാണ്, പക്ഷെ ഉപേക്ഷിക്കാനും പറ്റില്ല. എല്ലാവരും കുടുങ്ങി കിടക്കുക. ഒരു ആപ്ലിക്കേഷൻ ഫോൺ ഫില്ല് ചെയ്യുമ്പോൾ വരെ മൊബൈൽ നമ്പർ അതിൽ എഴുതണം. ഫോൺ വേണ്ടേ? വേണം. കുട്ടികൾ വരെ ഫോൺ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. റെയിൽവേയിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തീരെ ചെറിയ കുട്ടിക്ക് പറ്റിയ എനിക്കറിയില്ല. അപ്പോൾ യാത്രയിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതൊന്ന് പഠിച്ച് എടുക്കണം. അത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അതിൻ്റെ പരിമിതിയുണ്ട്. വേറെ ആളെ കൊണ്ടും ഒക്കെ പറഞ്ഞിട്ട് ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഇതിന് സഹായിക്കുന്ന കുട്ടികളെ ഇവിടെ മൊബൈൽ ഫോൺ കയ്യിൽ വെക്കരുത് എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് വിവരമില്ല. ഏറ്റവും മനഃശക്തി ഉള്ളവർക്ക് വരെ ഇന്ന് മൊബൈല് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ വരുന്ന പല കാര്യവും അത്ര അബദ്ധം ആണ്. മൊബൈൽ ഫോണിലെ അശ്ലീലം എന്ന വശത്തെക്കുറിച്ചല്ല ഞാൻ പറയണത്. ഇപ്പോൾ അത് അബദ്ധമാണ്. അതിനേക്കാൾ അബദ്ധമുള്ള ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങൾ അതിൽ ഉണ്ട്. നമ്മൾ അശ്ലീലം എന്നൊക്കെ പറയുന്നതിൻ്റെയൊക്കെ അപ്പുറത്ത് സമീപകാലത്ത് എന്തോ കാര്യത്തിന് ധന്യമേ ജീവിതമോ എന്തോ പറയുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കിയപ്പോ ഒരു 50 സെക്കൻഡ് നേരത്തെ ഈ കണ്ട ഒരു കാഴ്ച മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഫോൺ എടുക്കാതിരിക്കാൻ പറ്റൂ. ആ ദൃശ്യം മനസ്സിൽ നിന്ന് പോകാൻ ഇപ്പൊ കുറെ ദിവസമായി, 15 ദിവസമായി, കഴിഞ്ഞിട്ടില്ല. ആ ദൃശ്യത്തെ ഒന്ന് കളയാൻ ശ്രമിക്കുമ്പോഴോ അത് കൂടുതൽ ഭംഗിയായിട്ട് നമ്മളെ ഭീതിപ്പെടുത്തുന്നു. ഇപ്പൊ ഈ പറഞ്ഞതിന്റെ 10,000 ഇരട്ടി ദൃശ്യങ്ങൾ അതിലുണ്ട്, അതിനകത്തുണ്ട്. ചെറിയ ദൃശ്യം ഒരാൾ വേറെ കൊല്ലലും കഴുത്തും മുറിക്കലും ഒന്നുമല്ല, അതിന്റെ അപ്പുറത്ത് പോയി. അത്ര വൃത്തികെട്ട ദൃശ്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോ എവിടെയാ കിടക്കണത്? കഷ്ടകാലത്തിന് ഇങ്ങനെ ഒന്ന് കണ്ടുപോയി. അത് നമ്മള് അത് കാണാനായിട്ട് എടുത്തിട്ട് കണ്ടതല്ല. യൂട്യൂബ് ഇങ്ങനെ നീക്കുമ്പോ കണ്ടതാ. അതിപ്പോ എവിടെയുണ്ട്? അത് പൊരിടത്തുണ്ട്, മനസ്സിൽ എന്നല്ല. നമ്മുടെ ശരീരത്തിൽ ചുറ്റും മന്ത്രശരീരം എന്നൊന്ന് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആ മന്ത്രശരീരത്തിൽ ഇത് മുതൽക്ക് നമ്മൾ ജീവിതത്തിൽ കണ്ട പലതും മന്ത്രശരീരത്തിൽ ഉണ്ട്. പഠിക്കുന്ന കാലത്ത് ബസ് സ്റ്റാൻഡിൽ ഒരിടത്ത് 3 ദിവസമായിട്ട് ഒരാൾ മരിച്ചു കിടക്കണു എന്ന് കണ്ടപ്പോൾ ട്രൗസർ ഇട്ട് കിടക്കുന്ന ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഒന്ന് എത്തി നോക്കിയപ്പോൾ കണ്ട ഭീകര ദൃശ്യം വരെയും മന്ത്രശരീരത്തിൽ ഉണ്ടായതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പൊ അത് പറഞ്ഞത്. അത് ഈ നെറ്റിൽ കണ്ടതിൻ്റെയൊക്കെ എത്രയോ നിസ്സാരമാണ് ഇത് ആലോചിച്ചാൽ. എല്ലാ മനുഷ്യനും മന്ത്രശരീരം
ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് മന്ത്രശരീരം. ആദ്യം എല്ലാം ഉണ്ടാകുന്നത് മന്ത്രശരീരത്തിൽ. ജന്മജന്മാന്തരമായിട്ടുള്ള ബന്ധങ്ങള്, നമ്മുടെ ചിന്തകള്, ഇത് മുഴുവൻ മന്ത്രശരീരത്തിൽ ബാധിക്കുന്നുണ്ട്. രോഗങ്ങളെക്കുറിച്ചുള്ള വർണ്ണനകള്, ചിത്രങ്ങള്, ആ രോഗം വന്നാൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകള്, ഇതൊക്കെ എവിടെ കിടക്കുന്നു? ഇവിടെ കിടക്കുന്നു. കുറച്ച് കഴിയുമ്പോ ഇത്തരം കാര്യങ്ങൾ മന്ത്രശരീരത്തിൽ നിന്നും പിണ്ടശരീരത്തിലേക്ക് മാറും. എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ തെളിയിക്കാൻ പറ്റുമോ, തെളിവ് തരുമോ എന്നൊക്കെ ചോദിക്കുന്നതേ വിഡ്ഢിത്തമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു അസുഖം നിങ്ങൾക്ക് വരില്ല. അങ്ങനെ അസുഖത്തെ പറ്റി കേട്ടിട്ടേ ഇല്ല, അസുഖം വരില്ല. കയ്യും കാലും പൊട്ടിയ നാൽക്കാലികൾ കുറച്ചു ദിവസം കഴിഞ്ഞ് വെയിലട് കൊള്ളുമ്പോൾ നോർമലായി നടന്നു പോകുന്നില്ലേ? അവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? രോഗാണുക്കളെ കുറിച്ചോ രോഗങ്ങളെ കുറിച്ചോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അവര് ചിന്തിച്ചിട്ടുണ്ടോ? വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഇന്ന അസുഖങ്ങൾ വരുന്ന ആരെ പറഞ്ഞു? കാതിൽ കേട്ടതാ, കാതിൽ കേട്ടതാ. ഇപ്പോ ഇന്ന് രാവിലെ ഒരാൾ പറഞ്ഞു വയസ്സ് 70 ശ്രവണശക്തി അത്രയില്ല. 70 ശ്രവണശക്തി കുറഞ്ഞു എന്ന് എത്രയോ കേൾക്കുകയാണ് ചുറ്റുവേ. അപ്പുറത്തെ ഇന്ന ആൾക്ക് ഇങ്ങനെയാണ്, ഇപ്പുറത്തെ ഇങ്ങനെ ആൾക്കാണ്. ശ്രവണശക്തി കുറയില്ല. അതിന്റെ കാരണം ഇന്ദ്രിയങ്ങളില് അവസാനം വരെയും നിൽക്കുന്ന, കേടുവരാൻ നിൽക്കുന്ന ഇന്ദ്രിയം കാതാണ്. ബാക്കി ഇന്ദ്രിയങ്ങളൊക്കെ കേടുവരും. കേൾക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണ് എല്ലാം കേൾക്കുന്നുണ്ട്. ഈ ഐസൂയി എന്നൊക്കെ വന്ന് വീട്ടിൽ കൊടുന്ന് കിടത്തി ഇനിയും കിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകള് അവിടുത്തെ ഓരോ വരികളും കേൾക്കുന്നുണ്ട്, കാൽപ്പെരുമാറ്റവും കേൾക്കുന്നുണ്ട്. ഒരാൾ നടന്നു പോയത് ഇവർക്കറിയാം. അവര് ബോധക്ഷയത്തിലാ. മക്കള് പറയും അച്ഛൻ മിണ്ടിയിട്ട് 4 ദിവസമായി, ഇവിടെ നടക്കുന്നൊന്നും അറിയുന്നില്ല. അവിടെ നടക്കുന്ന മുഴുവൻ കേൾക്കുന്നുണ്ട് എന്ന് ആചാര്യന്മാർ പറയുന്നു. ഏതുപോലെയെന്ന് വെച്ചാൽ നമ്മള് ഹിമാലയത്തിലേക്ക് പോവുകയാണ്. ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ ആദ്യപടിയായിട്ട് ചിലരൊക്കെ തലേ ദിവസം ചെയ്തു വെച്ചു, വീടിന് പുറത്തേക്കുള്ള വാതില് അടച്ചു, രണ്ടാമത്തെ വാതില് അടച്ചു, ഗ്യാസ് കുറ്റി ഓഫ് ചെയ്തു, പിന്നെ പുറത്ത് പെട്ടി കൊണ്ടേ വെച്ചിട്ട് എല്ലാ സ്വിച്ചും ഓഫ് ചെയ്തു. അല്ലെങ്കിൽ ഇത് വരുന്നവരെ കത്തില്ലേ. അത് കഴിഞ്ഞിട്ട് വാഹനത്തിൽ കയറാൻ ഡ്രൈവർ പറയുമ്പോൾ ആ സമയത്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അവസാനത്തെ ഒരു ലൈറ്റ് ഓഫ് ചെയ്യണം. അതുവരത്തുള്ള ലൈറ്റില് അവസാനത്തെ ലൈറ്റാണ് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ വാഹനത്തിൽ കയറുക എന്ന് പറഞ്ഞ പോലെ ഇന്ദ്രിയങ്ങളുടെ ശക്തി പരമാവധി നിലനിർത്താൻ പ്രകൃതി ചെയ്യുന്നത്. ഇതിന്റെ കാരണമായിട്ട് ആധ്യാത്മിക ആചാര്യന്മാർ പറഞ്ഞത് അപ്പോഴും ഒരു വരി ശ്രവിക്കാനല്ലേ. കഴുത്ത് ഇങ്ങോട്ട് വെച്ചാൽ മരണം കുറച്ചും കൂടി സുഖകരാക്കാൻ കഴുത്ത് ഇങ്ങോട്ട് തിരിച്ചു വെച്ചോളൂ. ശ്രവിക്കണം 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 എന്ന്. ഈ രീതിയിൽ മന്ത്രശരീരത്തിൽ നമ്മൾ ഇങ്ങനെ വിഷയങ്ങൾ കയറ്റിയാൽ, എനിക്ക് കുട്ടികളുടെ കാര്യം അറിയില്ല, അവരുടെ മനസ്സിലൊന്നങ്ങോട്ട് പതിഞ്ഞാൽ, ഇപ്പോഴും 1ാം ക്ലാസ് പഠിച്ച പാഠമാല ചൊല്ലാൻ അറിയാം, കഴിഞ്ഞ കൊല്ലം പഠിച്ചറിയില്ല.
ഈ രീതിയിലുള്ള ദൃശ്യങ്ങള് കുട്ടികളായിരിക്കുമ്പോൾ കാണുമ്പോൾ വരാനിരിക്കുന്ന അവരുടെ ലോകത്തെക്കുറിച്ച് മൊബൈല് കയ്യിൽ വെച്ച് നടക്കുന്ന കുട്ടി കഥ തീർന്നു എന്നൊരു വരി എവിടെ വായിച്ചു, ഇനി ഒന്നും പറയണ്ട. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് പറയരുത്. മുതിർന്നവരാണെങ്കിൽ ശരി, ഇത് കൈകാര്യം ചെയ്യുമ്പോൾ കുട്ടികളും ശ്രദ്ധിക്കണം എന്നുള്ള ഞാൻ പറഞ്ഞു. മുതിർന്നവരും കൈകാര്യം ചെയ്യുമ്പോൾ ഇത് വിട്ടിട്ടില്ല. നമ്മൾ കാണുന്നതൊക്കെ മന്ത്രശരീരത്തിലുണ്ട്. മന്ത്രശരീരത്തിൽ നിന്നാണ് പിണ്ടശരീരത്തിലേക്ക് വരുന്നത് രോഗങ്ങൾ. അല്ലേ എന്ന് ചിന്തയ്ക്ക് വിടുകയാണ്. ഞാൻ പറഞ്ഞതൊക്കെ ശരിയാവൊന്നും പറയുന്നില്ല. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.